എൻ്റെ പേര് രതീഷ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, നിങ്ങൾ ഇവിടെ നിർത്തിയെടുത്ത് വെച്ച് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഖുർആനിലെ പല വരികളെയും സാധൂകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കൈകടത്തലുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലെ വരികൾ ഉദ്ധരിച്ചത്? എൻ്റെ ചോദ്യം അവസാനിച്ചിരിക്കുന്നു. അതിന് വ്യക്തമായ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുമാനപ്പെട്ട അധ്യാപകര്, ഗുരുക്കന്മാര്, സഹോദരന്മാര്, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയമാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. ഇത്തരം തുറന്ന സംവാദങ്ങൾ ഇതേപോലെയുള്ള കലാലയ ക്യാമ്പസുകളിൽ വിശേഷിച്ച് നമുക്കെല്ലാം തിരിച്ചറിവ് നൽകുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും പരസ്പരം അറിയുവാനുമെല്ലാം ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ നാം സംഘടിപ്പിക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ അത് പുരോഹിതൻ, മതപണ്ഡിതൻ, അയാൾ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക എന്ന പൊതുവായൊരു ധാരണ സമൂഹത്തിൽ മൊത്തത്തിലുണ്ട്. അത് ഏത് മതവിശ്വാസികൾക്കിടയിലും. നമ്മൾ പഠിച്ചു വരുന്ന, ചോദ്യം ചെയ്ത് പഠിച്ചു വരുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് കലാലയ ക്യാമ്പസുകളിൽ. കലാലയത്തിൽ നമ്മൾ ഏത് വിഷയമായിരുന്നാലും അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും അപഗ്രഥിച്ച് പഠിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യലിലൂടെയാണ് സത്യത്തിൽ ശാസ്ത്രമെല്ലാം വളർന്നു വന്നത് തന്നെ. അങ്ങനെ ചോദ്യം ചെയ്ത് പഠിക്കുവാൻ വേണ്ടി പരിശീലനം നൽകപ്പെടുന്ന കലാലയ ക്യാമ്പസിൽ തീർച്ചയായും നമ്മൾ ഒരു പുതിയ സംസ്കാരത്തിന്, അഥവാ മതത്തിന്റെ വിഷയത്തിലാണെങ്കിലും ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലുമെല്ലാം ചോദ്യം ചെയ്ത് തന്നെ പഠിക്കും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുവാൻ ഉള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരൻ രതീഷിന്റെ ചോദ്യം സദസ്സിന് പൂർണ്ണമായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കാൻ, ഖുർആനിലെ ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തിനാണ് ഉദ്ധരിച്ചത് എന്നാണ് ചോദ്യം. അല്ല രതീഷ്? ഇവിടെ അവസാനം തിരുത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആനിലെ ചില കാര്യങ്ങൾ സാധൂരീകരിക്കാൻ വേണ്ടി എന്തിനാണ് ഉദ്ധരിച്ചത്? ഇവിടെ രതീഷ് പ്രഭാഷണം പൂർണ്ണമായി കേട്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രഭാഷണത്തിന്റെ, നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് തന്നെ മതഗ്രന്ഥങ്ങളുടെ സന്ദേശമാണ്, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശമാണ്. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ സന്ദേശമല്ല. അടിസ്ഥാനപരമായി ഇവിടെ ഈ വിഷയാവതാരകൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, വേദഗ്രന്ഥങ്ങൾ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളതുണ്ട്. പക്ഷേ യോജിക്കുന്ന മേഖലകൾ അതെവിടെയാണ് അടിസ്ഥാനപരമായി കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിയത്. ആ യോജിപ്പിനെന്ത് കാരണം? അതും ഇവിടെ സൂചിപ്പിച്ചു. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാർ മുഴുവനും അടിസ്ഥാനപരമായി പഠിപ്പിച്ച തത്വം ഒന്നു തന്നെ. സട്ടാവിനെ കുറിച്ച്, അത്യുന്നതനായ തമ്പുരാനെ കുറിച്ച്, പ്രപഞ്ചാതീതനായ പരമ പൊരുളിനെ കുറിച്ച്, ഏകനായ സർവ അസ്തിത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അഭിപ്രായ അന്തരങ്ങൾ കാണാൻ കഴിയുന്നില്ല വേദഗ്രന്ഥങ്ങളിൽ.
ആ സർവേശ്വരനായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന കാര്യവും വേദഗ്രന്ഥങ്ങൾ ഒരേ സ്വരത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്ന നമ്മളിവിടെ അനുഭവത്തിൽ എന്നറിഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മളിവിടെ പരിശ്രമിച്ചത്. എന്താണ്? ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാർ ആ സമുദായത്തെ, ആ സമൂഹത്തെ, അവർ നിയോഗിക്കപ്പെട്ട സമുദായത്തെ ആ ദൈവം തമ്പുരാനിൽ നിന്നുള്ള പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവം തമ്പുരാനിൽ നിന്നുള്ള ബോധനം സ്വീകരിച്ചുകൊണ്ട് ആ സമൂഹത്തെ ബോധവൽക്കരിച്ചു. അവർ നിയോഗിക്കപ്പെട്ട സമുദായത്തെ, ഭാരതത്തിലേക്ക് കടന്നു വന്നവർ ഭാരതീയരെ, ഏതെങ്കിലും പ്രദേശങ്ങളിലേക്ക് കയറി വന്നവർ അവരെ, ഇസ്രായേലിലേക്ക് കടന്നു വന്നവർ അവരെ, പലസ്തീനിലേക്ക് കടന്നു വന്നവർ അവരെ, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആ സമുദായത്തെ ദൈവികമായ മാർഗദർശന പ്രകാരം സമുദ്ധരിച്ചു, അവരെ നയിച്ചു, അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്തു. ആ സമുദായത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായി സത്യസന്ധമായിരുന്നു. ആ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ യാതൊരു കളങ്കമുള്ളതായിരുന്നില്ല. എന്നാൽ മനുഷ്യനാണല്ലോ മനുഷ്യർ പിൽക്കാലഘട്ടത്തിൽ ഈ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തി. എന്തിന്? സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. ഉദാഹരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയും പരിശോധിച്ചാൽ കാണാൻ കഴിയും. അനവധി ഉദാഹരണങ്ങൾ. ഇവിടെ മഹത്തായ സാഹോദര്യത്തിന്റെ ദർശനം, ശാന്തിയുടെ ദർശനം സംഭാവന ചെയ്ത ദാർശനിക ഗ്രന്ഥങ്ങൾ, ദൈവിക ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോ അത് എന്തായി തീർന്നു? അത് വർഗീയതയുടെ, വംശീയതയുടെ ഗ്രന്ഥങ്ങളായി തീർന്നു. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രബോധനങ്ങൾ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആശയങ്ങളുടെ കേദാരങ്ങളായി തീർന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനം വളരെ അർത്ഥവത്തായ ഒരു വചനമാണ്. എന്താ അയൽക്കാരൻ അവൻ ആരാണ്, ഏത് ജാതിയാണ്, വിഭാഗമാണ്, ഏത് വർഗമാണ്, ഏത് തറവാട്ടുകാരനാണ് എന്ന് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹിക്കുവാനല്ല കൽപ്പന. മറിച്ച് അവൻ മനുഷ്യനാണോ എങ്കിൽ അവിടെ മാനവികതയുടെ ഉന്നതമായ തത്വം നമ്മൾ കാണുന്നു. പക്ഷേ യേശുവിന്റെ വചനങ്ങൾ ഇസ്രായേൽ വംശീയതയിലൂടെ പുറത്തു വന്നപ്പോ, ഇസ്രായേലിന്റെ യഹൂദ റബ്ബിമാരുടെ കരങ്ങളിലൂടെ യേശുവിന്റെ വചനങ്ങൾ മാറ്റിത്തിരുത്തപ്പെട്ടപ്പോ, മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിയനല്ലാത്തവർ പട്ടികളാണ് എന്നുള്ള വചനം യേശു പറയുന്നതായി. ഒരു മുസ്ലിമിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. യേശു ഇസ്രായേലിയനല്ലാത്ത, ഇസ്രായേലിന് പുറത്തുള്ള ആളുകൾ അവർ പട്ടിക്കുട്ടികളാണ്, അതേസമയം മക്കളാണ് ഇസ്രായേലിയർ എന്നുള്ള പരാമർശം എന്തുകൊണ്ടുണ്ടായി? മനുഷ്യരുടെ കരവിരുത് നടന്നതുകൊണ്ട്. ആ കരവിരുതിന് കാരണക്കാർ യേശുവല്ല, മഹാന്മാരായ ആചാര്യന്മാരല്ല, ഋഷിവര്യന്മാരല്ല, പ്രവാചകന്മാരല്ല, പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരാണ്, പിൽക്കാലഘട്ടത്തിലെ പുരോഹിതന്മാരാണ്. തങ്ങളുടെ താല്പര്യപ്രകാരം വേദഗ്രന്ഥങ്ങളുടെ ആശയത്തെ മാറ്റിമറിച്ച, വേദഗ്രന്ഥത്തിലെ ആശയങ്ങളെ വളച്ചും വിളക്കിയും എടുത്ത, ആശയങ്ങൾ കടത്തിക്കുട്ടിയ, എടുത്തുമാറ്റിയ ആളുകളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സ്ഥാപിക്കുവാൻ വേദഗ്രന്ഥങ്ങൾ മുഴുവനും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ആശയം ഒന്നു തന്നെയാണ് എന്നും ആ ആശയത്തിൽ നിന്നുള്ള വ്യതിചലനം പിൽക്കാലഘട്ടത്തിലെ കൈകടത്തലുകളുടെ ഫലമായിട്ടുണ്ടായതാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ വ്യത്യസ്ത വേദഗ്രന്ഥങ്ങളൊന്നും ഉദ്ധരിക്കാതെ എങ്ങനെയാണ് സാധിക്കുക രതീഷേ? മറ്റൊരു മാർഗം തീർച്ചയായും ഇല്ലല്ലോ. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശമാണ് ഇവിടെ. വേദഗ്രന്ഥങ്ങളുടെ പൊതുവായ സന്ദേശം ഇതാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ വെറുതെ വിഷയാവതരണങ്ങൾ പറഞ്ഞു പോയാൽ മതിയോ? വേദഗ്രന്ഥങ്ങളല്ലതാണ് പറയണതെന്ന് പോരല്ലോ. അത് സമർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, സമർത്ഥനത്തിന്റെ ശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ലോജിക്ക് പഠിക്കുന്ന ആളുകളല്ലേ. അപ്പോ ഈ സമർത്ഥനത്തിൽ എങ്ങനെയാണ് സമർത്ഥിക്കുക? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തെ സമർത്ഥിക്കണമെങ്കിൽ ആ ആശയത്തിന് ഉപോത്ബലകമായ തെളിവുകൾ പലയിടത്തുനിന്നും കണ്ടെത്തേണ്ടി വരും. ഇവിടെ രതീഷിന്റെ ചോദ്യം, തിരുത്തിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഉദ്ധരിക്കുക എന്നാ. തിരുത്തിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിക്കേണ്ടത്. കാരണം ഈ തിരുത്തലുകൾ സ്ഥിതി ചെയ്യുമ്പോഴും ആ യഥാർത്ഥത്തിൽ ദിവ്യമായ പ്രചോദനത്താൽ രചിക്കപ്പെട്ട, ദിവ്യമായ പ്രചോദനത്താൽ പറയപ്പെട്ട നിരവധി വചനങ്ങൾ ഇപ്പോഴും വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നും
ആ വചനങ്ങളെല്ലാം ഐക്യപ്പെടുന്നു എന്നുമുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചറിഞ്ഞത്. ആ യാഥാർത്ഥ്യം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. എൻ്റെ പേര് ആയിഷ ഫർസാന. എൻ്റെ ചോദ്യം, ഖുർആൻ പഠിപ്പിക്കുന്നത് ഏകദൈവ, അതായത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള, ഏകദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഈ ഇസ്ലാമിൽ തന്നെ ചിലർ, മുസ്ലിങ്ങളായ ചിലർ ദൈവത്തോട് നേരിട്ട് ചോദിക്കാൻ കഴിയാത്തത് മൂലം മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവത്തെ പങ്കുചേർക്കലാവില്ലേ? സഹോദരിയുടെ ചോദ്യം, ഏകനായ സ്രഷ്ടാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഇസ്ലാമിക തത്വം, അതിനെതിരിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിക വിരുദ്ധമാവില്ലേ എന്നാണ് അല്ലേ? എന്താണല്ലോ ചോദ്യം. തീർച്ചയായും ഒരു കർമ്മം അത് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഏത് ജാതിക്കാരൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആ കർമ്മം ശരിയാണോ തെറ്റാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മദ്യപിക്കുന്നു, ഒരു മുസ്ലിം മദ്യപിക്കുന്നു, ഒരു ഹിന്ദു മദ്യപിക്കുന്നു, രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ വ്യഭിചരിക്കുന്നു, ഒരു മുസ്ലിം വ്യഭിചരിക്കുന്നു, ഒരു ഹിന്ദു വ്യഭിചരിക്കുന്നു. ഈ വ്യഭിചാരം എന്നുള്ള കർമ്മം മുസ്ലിം ചെയ്തുകൊണ്ട് അത് വിശുദ്ധവും ഹിന്ദു ചെയ്തുകൊണ്ട് അത് അവിശുദ്ധവുമാകുമോ? തീർച്ചയായും ഇല്ലല്ലോ. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. സ്രഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ മാത്രം ആരാധിക്കുക. അത് ഹിന്ദുവിന്റെ ദൈവം, മുസ്ലിമിന്റെ ദൈവം, മുസ്ലിം പുണ്യപുരുഷൻ, ഹിന്ദു പുണ്യപുരുഷൻ, അങ്ങനൊന്നുമില്ല. വളരെ കൃത്യമാണ്. അതേസമയം ആരാധനയും ആദരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും വേണം. മനുഷ്യരെ, ഉന്നതന്മാരായ ഉദാത്തന്മാരായ ആളുകളെ അവർ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കുവാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആദരവ് അർഹിക്കുന്നവരെ ആദരിക്കുക തന്നെ വേണം. പക്ഷേ ആദരവ് ആരാധനയായി മാറിക്കൂടാ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന അടിസ്ഥാന ആശയമാണിത്. ഒരാൾ അയാൾ ശ്രീരാമനെ ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. അതേസമയം ശ്രീരാമനെ ആരാധിക്കാൻ ആരംഭിക്കുമ്പോഴോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. യേശു ക്രിസ്തുവിനെ ഒരാൾ ആദരിക്കുന്നു, അയാൾ മുസ്ലിമാണ്. അതേസമയം യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോഴോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഒരാൾ മുഹമ്മദ് നബി ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. മുഹമ്മദ് നബി ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോഴോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇവിടെ ആളുകൾ എത്രത്തോളം ഉന്നതരാണ് എന്നതോ അധമരാണ് എന്നതോ അല്ല, മറിച്ച് ആരാധന സൃഷ്ടികർത്താവായ തമ്പുരാൻ അല്ലാത്ത മറ്റാർക്കും അർപ്പിച്ചുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. ഈ ആരാധന എന്താണ്? വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആ ഹുവൽ ഇബാദ. ആ ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് ആരാധനയാണ്. അത് സ്രഷ്ടാവായ തമ്പുരാന് മാത്രമേ അർപ്പിക്കാൻ പാടൂ. അത് മറ്റാർക്ക് തന്നെയായിരുന്നാലും അത് ഇസ്ലാമിക തത്വത്തിന് വിരുദ്ധമാണ്. അത് ആര് ചെയ്താലും അത് ഇസ്ലാമിക തത്വത്തിനെതിരാണ്. അത് ഇന്ന ആളെന്നില്ല, ജാതീയമായിട്ടല്ല ഒരു കാര്യത്തിന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. വർഗീയമായിട്ടല്ല നന്മയും തിന്മയും തീരുമാനിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് എന്ത് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധിക്കപ്പെടുന്നത് മാലാഖയായിരുന്നാലും പിശാചായാലും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒന്ന് തന്നെയാണ്. പ്രവാചകനായിരുന്നാലും അതേപോലെ തന്നെ ഒരു അധമനായ മനുഷ്യനായിരുന്നാലും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആരാധിക്കപ്പെടുന്നത് സൃഷ്ടിയാണോ എങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം. പരിശുദ്ധ ഖുർആൻ ഇത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. ഖുർആന്റെ ഈ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ വളരെ മാനവികമാണ്. അത് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ആയത്ത് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചിട്ടാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നിങ്ങളുടെ രക്ഷിതാവിനെ. ഖുർആനിൽ ഇവിടെ ആ പദപ്രയോഗത്തിന്റെ ആ മാനവികത നോക്കുകയാണെങ്കിൽ സർവ്വലോക രക്ഷിതാവായ തമ്പുരാന് പരിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ള സർവനാമമായ അള്ളാഹു എന്നുള്ള പദം പോലും അല്ല അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെന്താ? നിങ്ങളുടെ നാഥൻ ആരാണോ, നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ, ആ രക്ഷിതാവിന്റെ സവിശേഷത എന്താ? നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവൻ.
അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖികളായി തീരൂ. അപ്പൊ ആരാധന അർഹിക്കുന്നവൻ സ്രഷ്ടാവാണ്. സ്രഷ്ടാവായ തമ്പുരാനൊഴിച്ച് വേറെ ആരും ആരാധിക്കപ്പെട്ടുകൂടാ. അങ്ങനെ ആരാധിക്കുന്നത് മുസ്ലിം ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിം ചെയ്തത് തെറ്റാണ്. ആര് ചെയ്യുന്നുണ്ടെങ്കിലും ആ ആരാധന മറ്റുള്ളവർക്ക് അർപ്പിക്കുന്നത്, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് അർപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംസുദ്ദീൻ. ലോകത്ത് ജനിച്ച മുഴുവൻ ആളുകളും മരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുവരെ ഉള്ളവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ മരിക്കുകയും ചെയ്യും. അപ്പോൾ ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് മുസ്ലിം ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ അത് ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം അതായിരിക്കും. കാരണം ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷംസുദ്ദീൻ സാഹിബിന്റെ ചോദ്യം, എല്ലാവരും മരിക്കും, പിന്നെ ഈസാ നബിക്ക് മാത്രം എന്താ മരിക്കാൻ എത്ര വലിയ പ്രയാസം എന്നാണ്. സത്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കൂല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കും, സംശയമൊന്നുമില്ല. എല്ലാവരും ജനിക്കുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും സംഗമത്തിൽ നിന്നാണ്. നമുക്കറിയാം, സ്ത്രീ പുരുഷ സംഗമത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്. പുരുഷ ബീജവും അണ്ടവും കൂടി ചേർന്നിട്ടാണ് സിക്താണ്ഡം ഉണ്ടാകുന്നത്. സിക്താണ്ഡം മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ പുരുഷസ്പർശമേൽക്കാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ച തമ്പുരാൻ നൽകിയ ഒരു അത്ഭുതം. ഇത് ഓരോ പ്രവാചകനും വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. എത്രയെത്ര വടികളാണ് ഇവിടെ ഉള്ളത്. ഒരു വടിയും നിലത്ത് വീണാൽ പാമ്പാകുന്നത് നമ്മൾ കാണുന്നില്ല. ഉണ്ടോ? നമ്മൾ പാമ്പാകട്ടെ എന്ന് വിചാരിച്ചിട്ട് നിലത്തിട്ടാലും പാമ്പാവുമോ? ഇല്ല, അല്ലേ? നമ്മൾ പാമ്പാവട്ടെ എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട് നിലത്തൊരു വടി എന്താ, എന്നിട്ട് പാമ്പാകട്ടെ എന്ന് വിശ്വസിച്ച നമ്മൾ ആരെങ്കിലും എന്താണിത് പാമ്പാവുന്നതെന്ന് ചോദിച്ചാൽ, മൂസാ നബി വടിയിട്ടപ്പോൾ പാമ്പായില്ല, പിന്നെന്താ ഞാനിട്ടാ പാമ്പായ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. എന്തെന്ന് വെച്ചാൽ അത് ഒരു അത്ഭുതമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട അത്ഭുതം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് തൊട്ടിലിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട അത്ഭുതങ്ങളിൽ വേറൊന്നാണ് മരിച്ചവരെ ജീവിപ്പിച്ചത്. അതേപോലെ ഓരോ പ്രവാചകനും അത്ഭുതങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും തന്നിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഹദീസുകളാകട്ടെ അവസാന നാളിന്റെ അടയാളമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമെന്നും അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരണപ്പെടും എന്നും പഠിപ്പിക്കുന്നു. ഇതിലെന്താണ് ഒരു കുഴപ്പമുള്ളത്? ഇപ്പോൾ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എത്രയാ? 60 വയസ്സാണ്. പരമാവധി ആയുസ് 120 വയസ്സുമാണ്. പരമാവധി നമ്മൾ രേഖപ്പെടുത്തിയെടുത്തോളം 121 മറ്റാണ് രേഖപ്പെടുത്തപ്പെട്ടതിലുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധന കൃത്യം നിർവഹിച്ചു എന്ന് പറയുന്നു. 950 വർഷക്കാലം. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നേരെ 9 തലമുറ അല്ലെങ്കിൽ 10 തലമുറ 15 തലമുറകളോളം വരുന്ന കാലഘട്ടം ഒരാൾ ജീവിച്ചു. ഖുർആൻ കൃത്യമായി പറയുന്നതാണ്. അത് സംഭവ്യമാണോ? സംഭവ്യമാണ്. കാരണം അത് ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട്. ഖുർആൻ നിങ്ങൾക്ക് പരിശോധിക്കാം, പ്രവാചക ചര്യ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം എന്നല്ല പറയണേ. ഇവിടെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചു, പരിശുദ്ധ ഖുർആനെ നിങ്ങൾ പഠന വിധേയമാക്കുക. ഖുർആൻ ദൈവികമാണോ അല്ലേ പഠന വിധേയമാക്കുക. ഖുർആൻ ദൈവികമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് നമുക്ക് അന്വേഷിക്കുവാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് അപ്പടി വിശ്വസിക്കല്ലാതെ നിർവാഹമല്ല. ഇപ്പൊ പരലോകമുണ്ട്, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വർഗമുണ്ട് കണ്ടിട്ടുണ്ടോ? നരകമുണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം നരകം നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. ഖുർആനിൽ പറഞ്ഞു എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞു എന്നുള്ളത് അന്ധമായി വിശ്വസിക്കണോ? അല്ല. ഖുർആനിനെ ഞാൻ പരിശോധിക്കുന്നു. ഖുർആൻ കളവ് പറയാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിക്കുന്നു. ഖുർആന് തെറ്റുപറ്റാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അവിടെ എനിക്ക് മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുർആൻ പറയുന്നതിൽ കളവ് കടന്നു വരുവാനുള്ള സാധ്യത
ഒരു ചെറിയ അംശം പോലുമില്ല എന്ന്. അപ്പോൾ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ഈസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപോലെ ഞാൻ അനുധാപനം ചെയ്യുന്നു. 5 നേരം നിസ്കരിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല, 3 നേരം ആക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ ചില റമദാൻ ആകുമ്പോൾ ഭയങ്കര ചൂടാ, അപ്പോൾ തണുപ്പ് കാലത്തേക്ക് ഞാൻ നീട്ടിയേക്കാണ്. പറ്റൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ നോമ്പ് നോൽക്കുന്നു. എന്താ റസൂലുള്ള പഠിപ്പിച്ചതിന് നമുക്ക് ആ പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ? ചോദ്യം ചെയ്യാതെ അനുസരിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ചെന്താ, റസൂലുള്ളയെ നാം പരിശോധന വിധേയാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവ്യബോധനം ലഭിക്കുന്നയാളാണോ? പരിശോധിക്കുക. ആ പരിശോധിക്കുകയും അദ്ദേഹം കളവ് പറയുന്നോ, പറയാൻ സാധ്യതയുണ്ടോ, അദ്ദേഹം ദിവ്യബോധനം ലഭിക്കുന്ന വ്യക്തിയാണോ, ഇതെല്ലാം പരിശോധനാ വിധേയമാക്കുക. അങ്ങനെ പരിശോധന വിധേയമാക്കി അദ്ദേഹം ദിവ്യബോധന പ്രകാരം സംസാരിക്കുന്നവനാണ് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നീട് നമ്മുടെ അന്വേഷണത്തിന് അപ്പുറത്തുള്ളൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അത് അപ്പടി നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അത് നമ്മുടെ അന്വേഷണത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. അന്വേഷിക്കാൻ പറ്റുന്ന ലോകത്തെക്കുറിച്ച് പൂർണ്ണമായി അദ്ദേഹം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് അപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് ദിവ്യമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അദ്ദേഹം കളവ് പറഞ്ഞിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചധികം കാലം ജീവിച്ചിരിക്കുന്നു. പഠിച്ചോന്റെ അടുത്ത് നിന്ന് വന്നതുകൊണ്ട് എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ തന്നിലേക്ക് ഉയർത്തുകയും അദ്ദേഹം പിന്നീട് വരികയും അദ്ദേഹം ഇവിടെ വന്ന് മരിക്കുകയും ചെയ്യാണ്. അവിടെ സുഹൃത്ത് പറഞ്ഞ ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചു. എല്ലാവരും മരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഈസാ നബിയും മരിക്കും. പിന്നെന്താ പ്രശ്നം? ഈസാ നബിക്ക് 2000-ഓ 3000-ഓ കൊല്ലം അതേപോലെ പടച്ച തമ്പുരാന് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി നിർത്താൻ കഴിയോ? ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശാരീരിക അവസ്ഥ എന്തായിരിക്കും, മറ്റവസ്ഥകൾ എന്തായിരിക്കും? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം തന്നെ അല്ലല്ലോ. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ആളുകളാണ്. പ്രകാശത്തിന്റെ പ്രവേഗത്തിൽ ഒരു വസ്തുവിനെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ആ വസ്തുവിൽ കാലം പൂജ്യമായിരിക്കും. ആ വസ്തുവിൽ നമുക്കറിയാം, റിലേറ്റിവിറ്റി തിയറി. ആ വസ്തുവിൽ കാലം പൂജ്യമായിരിക്കും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ പ്രകാശത്തിന്റെ പ്രവേഗത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഈസാ നബിയിൽ കാലം പൂജ്യമായിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2000 അല്ലെങ്കിൽ 10,000 കൊല്ലം കഴിഞ്ഞാലും 20,000 കൊല്ലം കഴിഞ്ഞാലും അദ്ദേഹത്തിന് പ്രകാശത്തിന്റെ പ്രവേഗത്തെ നിർത്തിയോന്ന് നമുക്കറിയില്ല. ഞാൻ പറയുന്നത് പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ അസംഭവ്യമായിട്ടല്ല. പടച്ചോൻ പറയുന്നു, ഞാൻ എന്നിലേക്ക് ഉയർത്തി. റസൂലുള്ളാഹി അത് വിശദീകരിക്കുന്നു, ഉയർത്തിയിട്ടുണ്ട്, അദ്ദേഹം വീണ്ടും വരും. അപ്പൊ പിന്നെ അത് വിശ്വസിക്കാൻ എന്താ പ്രശ്നം? അതൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളോട് പ്രാർത്ഥന നടത്തുമ്പോൾ അയാൾ ആരാധനാ രീതിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ അയാളോട് പ്രാർത്ഥന ചെയ്യുമ്പോൾ അയാൾ ആരാധന എന്നുള്ള ഒന്ന് കാണുന്നില്ല, ദൈവത്തിൻ്റെ ഒരു വിശേഷണങ്ങളും അയാൾ കാണുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ളതും. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ആ ഇതിനെ എനിക്ക് ഗണിക്കാൻ കഴിയുന്നത് ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു. പ്രിയപ്പെടല്ല, അതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിശ്ചയമായും നിങ്ങളുടെ സഹായി അള്ളാഹുവും അവൻ്റെ റസൂലും പിന്നെ അവനെ വിശ്വസിച്ചവരും മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരോട് സഹായം ചോദിക്കാൻ പറ്റില്ലേ? റസൂലിനോട് പോലും സംശയം നിങ്ങളിത് ചെയ്തു തരണമെന്ന് പറഞ്ഞതായി വളരെയേറെ തെളിവുകളുണ്ട്, ഹദീസിലും ഒക്കെ തെളിവുകളുണ്ട്. അപ്പം അവരൊക്കെ ചോദിച്ചാൽ അവർ റസൂലിനെ ആരാധിക്കുന്ന രീതി ആയിരിക്കില്ലേ അതുകൊണ്ട് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയാണോ? എൻ്റെ ചോദ്യം ഇതല്ല, ശരിക്കും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ ചോദ്യം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികളോട് പറയുന്നു, ദൂരത്ത് നിന്ന് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ദൂരത്ത് നിന്ന് ഒരു യഹൂദനോ അതോ വേറെ മതത്തിൽപ്പെട്ടവനോ വരികയാണെങ്കിൽ അവനെ ഇടുങ്ങിയ വഴിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രം നടക്കാൻ സമ്മതിക്കുക, ഏറ്റവും ഇടുങ്ങിയ വഴി അവനക്ക് നിങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇസ്ലാം ചെയ്യുന്ന ഒരു ഭീകരവാദ പ്രവർത്തനമല്ലേ ഇത്? ഇതിനുള്ള മറുപടി തരിക. ചോദ്യം, വിശദീകരണം രണ്ട് തലങ്ങളിലാണ്.
ഇവിടെ ഈ വിഷയം സഹോദരി ചോദിച്ച വിഷയത്തിന് ഞാൻ പറഞ്ഞ മറുപടിക്ക് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സുഹൃത്ത്. വളരെ വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. സുഹൃത്ത് ആരാധനാപരമായി മനസ്സിൽ കരുതിക്കൊണ്ടല്ല ഈ കാര്യം ചെയ്യുന്നത് എന്നാണ്. എന്താണ് ഈ ആരാധനാപരമായ മനസ്സിൽ കരുതൽ? എന്താണ് ഈ സംഭവം? സൃഷ്ടികർത്താവായ തമ്പുരാൻ, അവനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അവൻ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവനോട് പ്രാർത്ഥിക്കാൻ മറ്റൊരാൾക്ക് ഇടയാളൻ വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നു നമ്മുടെ അധപ്പതനം. സൃഷ്ടാവായ തമ്പുരാനെ പോലെ എൻ്റെ മനസ്സിനെ കുറിച്ച് അറിയാവുന്ന, എന്നെ കുറിച്ച് അറിയാവുന്ന മറ്റാരാണുള്ളത്? ആ സൃഷ്ടാവായ തമ്പുരാന്റെ ഹൃദയത്തിന്റെ നാഥൻ, അവനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത തന്നെ. നിങ്ങളിവിടെ കേട്ടു, ലോകത്ത് ഒരൊറ്റ മതവും ഒരൊറ്റ മത സിദ്ധാന്തങ്ങളും ഒരൊറ്റ മതവിശ്വാസികളും രണ്ട് സൃഷ്ടാക്കളുണ്ടെന്ന് വിശ്വസിക്കണില്ല. സൃഷ്ടാവായ തമ്പുരാന്റെ ഗുണവിശേഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഒരു മതവിശ്വാസിയും വിശ്വസിക്കണില്ല. നിങ്ങൾ ഏത് മതവിശ്വാസിനോട് ചോദിച്ചു നോക്ക, സൃഷ്ടാവായ തമ്പുരാന്റെ ഗുണവിശേഷണങ്ങൾ അതേപോലെ ഏതെങ്കിലും മഹാപുരുഷനിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ആരും വിശ്വസിക്കണില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇവിടെ ഇസ്ലാം വ്യതിരിക്തമായി നിൽക്കുന്നത് തന്നെ സർവശക്തനായ തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവന് ആരാധന ഉൾക്കൊള്ളുന്ന എല്ലാ കർമ്മങ്ങളും, ആ ആരാധന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആരാധന എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ പഠിപ്പിക്കേണ്ടത്. അദ്ദുആ ഹുവൽ ഇബാദ. ഞാൻ എൻ്റെ സംസാരത്തിൽ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു, ദുആ എന്ന് പറഞ്ഞ അറബി പദത്തിന് അർത്ഥം എന്താ? ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അവിടെ അടുത്ത പ്രശ്നം വരുന്നു. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിലെ ഇന്നമാ വലിയക്കുമുല്ലാഹി എന്ന് പറയുന്ന വചനം സുഹൃത്ത് ഉദ്ധരിച്ചു. അള്ളാഹുവും പ്രവാചകനും സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ സഹായി. അള്ളാഹുവും പ്രവാചകനും സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ സഹായി എന്ന് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച വചനം ആരെങ്കിലും എഴുതി തന്നതാണെങ്കിലോ അല്ലെങ്കിലും സുഹൃത്ത് ആ വചനം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലെ ഭാഗം ഉണ്ടല്ലോ, ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്താണ് അവിടെ, ഏത് സഹായമാണ് അവിടെ പറയുന്നത്? ഇനി ഈ ആയത്ത് മനസ്സിലാക്കിയ സഹാബത്ത് നിങ്ങളെടുത്ത് പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സഹായം ചോദിക്കാം. ആ സഹായം എപ്പോഴാണ്? പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നാലും നിങ്ങളായിരുന്നാലും നിങ്ങളോടല്ലേ എനിക്ക് സഹായം ചോദിക്കാലോ, അല്ലേ? അതിൽ ജാതി വ്യത്യാസമുണ്ടോ? വർഗ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടുന്ന് വീഴാൻ പോകുന്ന സമയത്ത് സ്റ്റേജിലിരിക്കുന്നത് ഒരു ഹിന്ദുവായ ഒരു അധ്യക്ഷനാണെങ്കിൽ അദ്ദേഹത്തെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ സഹായത്തിന് തേടുക. അവിടെ ആ സഹായമല്ല ഇവിടെ. പിന്നെ എന്ത് സഹായമാണ് അവിടെ? സത്യവിശ്വാസികൾ മാത്രമാണ് സഹായി എന്ന് പറയുമ്പോ ഇങ്ങനത്തെ സഹായം മുസ്ലിങ്ങളോട് തേടാൻ പാടില്ല എന്നാണോ? എങ്കിൽ ഈ ആയത്തിൽ നിന്ന് ദീൻ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകന്റെ മരണത്തിന് ശേഷം പ്രവാചകനോട് ഏതെങ്കിലും കാര്യത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചതായി, ഏതെങ്കിലും കാര്യത്തിൽ പ്രാർത്ഥിച്ചതായി ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മൂപ്പ് അടുത്ത ചോദ്യം ഉണ്ടാക്കുകയാണ്. പിന്നെ എങ്ങനെ ശരിയാവും? കേൾക്കുക, എന്നിട്ട് ഒരു സമാധാനത്തിൽ പോരെ. നമ്മളാരും തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഒന്നുമല്ലല്ലോ ഇത് ചർച്ച ചെയ്യണം. അപ്പോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബിമാർ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിച്ചതായി വല്ല തെളിവുണ്ടോ? ഇല്ലെങ്കിൽ സഹാബത്ത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഇവിടെ ഒരു കാര്യം എനിക്ക് നിർബന്ധമായും നിങ്ങളോട് പറയാൻ കഴിയും. എന്താന്ന് വെച്ചാൽ, വ്യത്യസ്ത മതദർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ ഇസ്ലാമിക ദർശനത്തിന്റെ സവിശേഷത എന്താണ്? ഇസ്ലാമിക ദർശനത്തിന്റെ സവിശേഷത? ലോകത്ത് സർവേശ്വരനായ തമ്പുരാനെ മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്ന സന്ദേശം അതേപോലെ പച്ചയായി ജീവസുറ്റ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ആദർശം ഇസ്ലാം മാത്രമാണ്. അതാണ് ഇസ്ലാമിക ദർശനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. വേറെ എന്താണ് ഇസ്ലാമിക ദർശനത്തിന്റെ സവിശേഷത? ആ ഇസ്ലാമിക ദർശനത്തിന്റെ സവിശേഷത നാം ഉൾക്കൊള്ളാതെ ഇവിടെ ഒരേ ദൈവം 2, 3 ഉണ്ട് എന്നുള്ളൊരു ആശയം ഒരു വിഭാഗത്തിനുമില്ല ലോകത്ത്. പ്രാകൃതരായ ആദിമ നിവാസികൾക്ക് പോലുമില്ല, ആധുനിക മനുഷ്യർക്കില്ല. ദൈവവിശ്വാസികളായ ആളുകളെല്ലാം ദൈവം ഏകനാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. പിന്നെന്താ? ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയാളന ആവശ്യമുണ്ട്. ദൈവത്തെ അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ദൈവത്തിലേക്ക് എത്താൻ ചില സ്റ്റെപ്പുകൾ ആവശ്യമുണ്ട്. ഇങ്ങനെ പല വാദങ്ങളിൽ
ആ ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വരാൻ ചില മീഡിയ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനത്തെ പല വാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സൃഷ്ടി പൂജയെ ബാക്കിയുള്ളവരെല്ലാം ന്യായീകരിക്കുന്നത്. ആ ഒരു ന്യായീകരണത്തിന്റെ തലത്തിലേക്ക് നമ്മൾ പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും പക്ഷപാതിത്വം വെച്ചിട്ട് കാര്യം പറയുന്നതിൽ അർത്ഥമല്ല. നിങ്ങളുടെ ഒരു അമുസ്ലിം സുഹൃത്ത് ചോദിക്കാണ്, ഒരു ഹിന്ദു സുഹൃത്ത് ചോദിക്കാണ്, എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ നിങ്ങൾ പറയുന്ന ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം, ഞാനും ഏകരായ ദൈവം തന്നെയാണല്ലോ വിശ്വസിക്കണത്. അത് ഈ വിഗ്രഹ ആരാധന നടത്തുന്നുണ്ട്. അപ്പോൾ വിഗ്രഹത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഗ്രഹം അതൊരു കല്ലാണ്, ഞങ്ങൾക്കറിയാം. ഹിന്ദു സുഹൃത്തിനോട് ചോദിച്ചു നോക്കുക, ഇതൊരു കല്ലാണ്, ഞങ്ങൾക്കറിയാം. ഇതിന് പിന്നിൽ ഒരു മഹാനായ വ്യക്തിയുണ്ട്. ആ വ്യക്തി ദൈവവുമായി അടുത്ത ആളായിരുന്നു. അയാളോട് പ്രാർത്ഥിക്കുക വഴി ഈ ദൈവവുമായി അടുത്ത ആ സാമീപ്യം സിദ്ധിച്ച ആളോട് പ്രാർത്ഥിക്കുക വഴി ദൈവ സാമീപ്യം നേടാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. ഇതാണ് അയാളുടെ വിശദീകരണം. അയാൾ അപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ലാതെ ആരെയും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണ്ടിയല്ല. ആ ഒരു മാനസികാവസ്ഥ തന്നെ നമ്മളൊരു അല്പം മാറ്റിവെക്കുക. വിഷയങ്ങൾ പഠിച്ചിട്ട് വിമർശനാത്മകമായി പഠിച്ചോളൂ. ഇപ്പം ഇന്ന് തന്നെ എല്ലാം കൂടി നമ്മൾ പഠിച്ചാണ്ട് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. വിമർശനാത്മകമായി തന്നെ പഠിച്ചോളൂ. എന്താ ചോദ്യം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശവകുടീരങ്ങളിൽ പോയി അവിടുത്തെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നു, എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയാൻ കഴിയാതെ ഇസ്ലാമിന്റെ അജയ്യതയെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ അജയ്യതയും ഇസ്ലാമിന്റെ അന്യൂനതയും പറയുമ്പോൾ, ആ അന്യൂനത കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കുമ്പോൾ, ഏകനായ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സത്യം ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയുമ്പോൾ, അതേസമയം ഈ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാം ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് കൊണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഖുർആൻ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞല്ലോ, പ്രവാചകനും സത്യവിശ്വാസികളും എല്ലാം അള്ളാഹ് സഹായികളാണ്. പ്രവാചകന്മാരുടെ 25 പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ നിരവധി പ്രാർത്ഥനകളും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അത് പരിശോധിച്ച് നോക്കിക്കൂടെ? ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനെ വിളിച്ച് പ്രാർത്ഥിച്ചതായി, ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനെ വിളിച്ച് പ്രാർത്ഥിച്ചതായി ഒരു ഏതെങ്കിലും ഒരു ആയത്തിലെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ആ സഹാബത്ത് പ്രവാചകനിൽ ദീൻ പഠിച്ച ആളുകൾ, സുഹൃത്ത് മനസ്സിലാക്കിയതുപോലെ ഈ ഖുർആനിലെ ആയത്തിനെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ ആ രൂപത്തിലുള്ള വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നോക്കുക, പരിശോധിക്കുക, പഠിക്കുക. പിന്നെ ഈ ഹദീസ്, സുഹൃത്ത് പറഞ്ഞ ജൂതന്റെ ഹദീസ്, അത് എവിടെയാണ് ഏത് രൂപത്തിലാണുള്ളത് എന്ന് കൃത്യമായി പറഞ്ഞാൽ മാത്രമേ. ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ശാസ്ത്രശാഖയാണ്. നിരവധി ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരുപാട് ഹദീസുകൾ. ഇപ്പൊ ഇങ്ങനെ ഒരു സഹിഹായ ഹദീസ് ഉള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഹദീസ് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഞാനൊരു ഹദീസ് പണ്ഡിതനല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സഹിഹായ ഹദീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളതെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ പ്രത്യേകം സൂചിപ്പിക്കപ്പെട്ട ഹദീസിന് മറുപടി പറയാൻ പറ്റുള്ളൂ. എവിടെ ഏത് ഹദീസ് കിതാബിലാണുള്ളത്, എത്ര ഹദീസ് നമ്പർ അതിൽ ഏത് ബാബിലാണുള്ളതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ പരിശോധിച്ചിട്ട് മറുപടി പറയാം. എൻ്റെ പേര് ദാവൂദ്. മതകാര്യങ്ങളിൽ നിങ്ങളിൽ പ്രയാസം ചുമത്തിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായത്തിൽ 78-ാം സൂക്തം പറയുന്നു. പക്ഷേ 2-ാം അധ്യായത്തിൽ 214-ാം സൂക്തം പറയുന്നത്, മുൻ തലമുറ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ്. ഇതിൽ രണ്ടും ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ദാവൂദിനെ ഒഴിവിക്കാൻ സമ്മതിക്കായിരുന്നു? രണ്ടും ഓഫായിപ്പോല്ലോ. കഴിഞ്ഞല്ലേ? ഒരാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണെന്നാണ് നിയമം അല്ലേ? അപ്പോൾ ഏതായിരുന്നാലും ദാവൂദിന്റെ ചോദ്യം ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിൽ 78-ാമത്തെ വചനത്തിൽ, നിങ്ങൾക്ക് മതത്തിൽ യാതൊരു പ്രയാസവും പടച്ച തമ്പുരാൻ ചുമത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുൻ തലമുറ അനുഭവിച്ച ത്യാഗങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ എന്ന്
പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ സൂക്തത്തിലും പറയുന്നുണ്ട്. ഇവ വൈരുദ്ധ്യല്ലേ അല്ലേ? എന്നല്ലേ അമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 78-ാമത്തെ വചനത്തിലെ പരാമർശമാണ്. ദീനിൽ യാതൊരു പ്രയാസവും പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പടച്ച തമ്പുരാനിലുള്ള വിശ്വാസം ഹൃദയത്തിലേക്ക് പൂർണ്ണമായി സന്നിവേശിപ്പിച്ച് കഴിഞ്ഞാൽ, പടച്ച തമ്പുരാനുള്ള വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീന് മുഴുവൻ പ്രയാസമാണ്, യാതൊരു സംശയവുമില്ല. മതം പൂർണ്ണമായും പ്രയാസമാണ്. കാരണം എന്താ? അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാങ്ക് കൊടുക്കുക, പള്ളിയിൽ പോകുക, അത് മുതൽക്ക് തുടങ്ങുന്ന പ്രയാസം അല്ലേ? എന്താ 5 നേരം, അത് ഒരു നേരമാണെങ്കിലും തരാറില്ല, 5 നേരം. അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ പട്ടിണി കിടക്കണം, ഒരു രക്ഷയില്ല, പകല് മുഴുവനും പട്ടിണി. ഇതേപോലെ സമ്പത്ത് എങ്ങനെയും സമ്പാദിക്കാൻ, ആർക്കും എങ്ങനെയും കൊടുത്തു തീർക്കാം ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ. എന്നാൽ സമ്പത്തിന്റെ കൃത്യമായി 2.5% അല്ലെങ്കിൽ 5% അതല്ലെങ്കിൽ 10% കണക്കൂട്ടുകയും അത് പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി വിതരണം ചെയ്യാൻ വലിയ പ്രയാസമാണ്. പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ പാവപ്പെട്ടവന്റെ അവകാശം എന്ന് പറയാം. പക്ഷേ ദീൻ എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദീനിന് അടിത്തറ ഈമാനാണ്. ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അഥവാ വിശ്വാസം പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, വിശ്വാസം പൂർണ്ണമായി ഹൃദയത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കർമ്മങ്ങളെല്ലാം വിശ്വാസത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഇതായി തീർന്നു കഴിഞ്ഞാൽ, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ എന്താ? കാരണം ഈമാൻ, ഈ 6 സ്തംഭങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഈമാൻ, അള്ളാഹുവിലും മലക്കുകളിലും തുടങ്ങി നന്മതിന്മകൾ പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്നുള്ള വിശ്വാസം വരെ എത്തി നിൽക്കുന്ന ഈമാനിന്റെ സ്തംഭങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സർവേശ്വരനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, കർമ്മമാർഗം മുഴുവനും തന്നെ എളുപ്പമുള്ള മാർഗങ്ങളാകും. അവിടെ നമുക്ക് പ്രയാസം ഉണ്ടാക്കണില്ല. ദീൻ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ച തമ്പുരാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കുത്തി ഉണ്ടാക്കുന്നില്ല. എല്ലാം എളുപ്പമാണ്. ഇസ്ലാമിലെ ഏത് ഏർപ്പാടാണെങ്കിലും എളുപ്പമാണ്. അവിടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയില്ല. ഉദാഹരണത്തിന് നമസ്കരിക്കുന്ന മനുഷ്യൻ, ആ നമസ്കാരം അയാൾക്ക് നിർവാഹമല്ല, കാലിന് പ്രയാസമാണ്, എങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. യാത്രയിലാണ് അയാൾ, 2 നമസ്കാരങ്ങൾ കൂടി നിസ്കരിച്ചാൽ മതി. നമസ്കാരത്തിന്റെ എണ്ണം കുറച്ചാൽ മതി, ആ റക്അത്തുകളുടെ എണ്ണം കുറച്ചാൽ മതി. ഇവിടെ ആരും പ്രയാസപ്പെടുത്തണില്ല. അയാളുടെ പ്രയാസങ്ങളെ കൃത്യമായി അറിയുന്ന പടച്ച തമ്പുരാൻ ഇളവുകളും പ്രയാസരഹിതമായ അവസ്ഥകളും നൽകിയിരിക്കുന്നു. റമദാൻ മാസത്തിൽ തന്നെ ഒരു ദീർഘമായ യാത്ര ആവശ്യം വരുന്നു. നോമ്പ് പ്രയാസാണ്, പിന്നീട് നോറ്റ് വിട്ടിയാൽ മതി. ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ മാർഗദർശനം. ആ മാർഗദർശനം ഒരിക്കലും മനുഷ്യനെ പീഡിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ മതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്, ജീവിതത്തിന്റെ നിഷേധമാണ് എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. അതാണ് അവിടെ ദീനിൽ ഹറജില്ല, ദീനിൽ പ്രയാസമില്ല എന്ന് പറയാൻ കാരണം. എന്താ? ജീവിതത്തിന്റെ നിഷേധം, ജീവിതത്തിൽ നല്ല ഒളിച്ചു പോവുക, എന്നിട്ട് ഭക്ഷിക്കാതെ കഴിയുക, എന്തെങ്കിലും എല്ലാം ചിലപ്പോൾ മാത്രം ഭക്ഷിക്കുക. അതല്ലെങ്കിൽ ലൈംഗിക വിരക്തി, പൂർണ്ണമായ ബ്രഹ്മചര്യം, വസ്ത്രം ധരിക്കാതെ ജീവിക്കുക. നമുക്കറിയാലോ ദിഗംബരന്മാരെ കുറിച്ച്. ജൈനന്മാർ 2 തിരിച്ച ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ഉണ്ടായത് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഈ ദിക്കിന് അമ്പരന്മാരാക്കിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം എന്താ? വസ്ത്രം തിന്മയാണ്. അപ്പൊ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അപ്പൊ സ്ത്രീയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇതെല്ലാം എന്താണ്? മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളാണ്. ഈ വികാരങ്ങളോട് മനുഷ്യൻ സ്വീകരിക്കേണ്ട പോസിറ്റീവായ സൃഷ്ടിപരമായ സമീപനത്തിന് പകരം അവയോട് നെഗറ്റീവായി നിന്ന് പീഡിപ്പിക്കുക, സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച് മതമുണ്ടാക്കുക. ഇങ്ങനത്തെ ഒരു മതസങ്കല്പമുണ്ട് പൊതുവെ, ശരീര പീഡനത്തിലൂടെ മതം. ആ മതം ഇസ്ലാം പഠിപ്പിക്കുന്ന മതമല്ല. ഇസ്ലാം ശരീര പീഡയില്ല.
എന്താ മനുഷ്യന്റെ പടച്ചതമ്പുരാൻ നൽകിയ വികാരങ്ങളുടെ മുഴുവനും പൂർത്തീകരണമാണ്. ആ പൂർത്തീകരണത്തിന്റെ രംഗത്ത് ദിവ്യമായ മാർഗദർശനം അനുധാപനം ചെയ്യുകയാണ് ഇസ്ലാം മതം കൊണ്ട് വിവക്ഷിക്കുന്നത്. വിവാഹം കഴിക്കണം, വിവാഹത്തിലൂടെയാകണം ലൈംഗിക ബന്ധം. ഭക്ഷണം അനുവദനീയമായ ഭക്ഷണമാകണം, അത് തന്നെ അനുവദനീയമായ സമ്പാദ്യത്തിൽ നിന്നുള്ള ഭക്ഷണമാകണം. വസ്ത്രം നാണം മറക്കുന്നതാകണം, അതോടൊപ്പം തന്നെ അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാകണം. ഇതെല്ലാം എന്താണ്? ദീനില് നമ്മളുടെ വികാരത്തിനും വിചാരത്തിനും നമ്മളുടെ മനുഷ്യന്റെ സ്വാഭാവികമായ തൃഷ്ണകൾക്കെതിരെയുള്ള ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല. അതേസമയം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങൾ സ്വാഭാവികമായി വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ ത്യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലായ്പ്പോഴും ത്യാഗങ്ങൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണം എന്നല്ല അർത്ഥം. ആ ത്യാഗം സഹിക്കുവാനുള്ള മാനസികമായ സന്നദ്ധത ഉണ്ടാണെന്ന്. ഒരു ത്യാഗമില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് പീഡിപ്പിച്ച് കളയാം എന്നുള്ളൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. പിന്നെന്താണ് ത്യാഗം സഹിക്കാനുള്ള? അതായത് ത്യാഗം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ കർമ്മങ്ങൾ മുഴുവനും ഉയർക്കൊള്ളുന്ന ഈമാൻ അത് നിലനിർത്തുന്ന വിഷയത്തിൽ നമുക്ക് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ ഈമാൻ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായിക്കൂടാ. അതാണ് ഇവിടെ 214 സൂക്തത്തിൽ സൂചിപ്പിക്കുന്നത്. എന്താ? പരീക്ഷണങ്ങൾ ഉണ്ടാകും, ത്യാഗം സഹിക്കേണ്ടി വരും, മതത്തിന്റെ വിഷയത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. മതത്തിന്റെ ഏതെങ്കിലും ആചാരങ്ങളുടെ കാര്യത്തിലല്ല, മതം നിലനിർത്തുന്ന കാര്യത്തിൽ, മതമനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ, മതത്തിന് എതിരെയുള്ള അക്രമങ്ങളുടെ കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളുടെ രംഗത്ത് നമുക്കെന്തില്ല? നമുക്ക് ആ പ്രയാസങ്ങളുടെ രംഗത്ത് പടച്ച തമ്പുരാനിൽ തവക്കുലാക്കി പടച്ച തമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് രണ്ടും വൈരുദ്ധ്യമല്ല എന്നർത്ഥം. ഒന്ന്, മതത്തിലെ നിയമങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളാണ്. മനുഷ്യനെ പീഡിപ്പിക്കുന്ന, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന, മനുഷ്യന്റെ ഇച്ഛകളെ പൂർണ്ണമായി തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള മതനിയമങ്ങളൊന്നും തന്നെ ഇസ്ലാമിലില്ല. എന്നാൽ ഒരു മതവിശ്വാസി എന്നുള്ള നിലക്ക് അയാൾ ആ മതവിശ്വാസത്തെ നിലനിർത്തുവാൻ വേണ്ടി ത്യാഗം സഹിക്കേണ്ടി വന്നാൽ ത്യാഗം സഹിക്കുവാൻ സന്നദ്ധമാകണം. അത് അയാളുടെ മതത്തിന്റെ ഭാഗമാണ്. അത് രണ്ടും രണ്ട് തലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടും വൈരുദ്ധ്യമില്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് റസ്ലൻ. സുബൈർ സർ പറഞ്ഞ പ്രഭാഷണത്തിൽ മനുഷ്യ ദൈവങ്ങളെ കുറിച്ചിട്ട് ഒരു പരാമർശം ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് വിശദീകരിക്കാൻ നിന്നിട്ടുണ്ടായില്ല. എറണാകുളത്ത് നടന്ന മീറ്റിംഗ്സ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 110-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? താങ്കളുടെ അഭിപ്രായം എന്താ? സഹോദരിയുടെ ചോദ്യം, എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിലെ 110 രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായം എന്താ? അഭിപ്രായം പറയാനാണ്. മനുഷ്യ ദൈവങ്ങൾ ആത്മീയതന്റെ പേരിൽ എന്തുണ്ടാക്കിയാലും അതിന് പിന്നിൽ പോകാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളതൊരു സത്യം. അതും മനുഷ്യർ എത്രത്തോളം അധപ്പതിക്കാൻ കഴിയും എന്നുള്ളതിന് ആത്മീയമായ വിഷയത്തിലായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മതസ്വാതന്ത്ര്യമുണ്ട്, ചിന്താ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ മനുഷ്യർ പാദപൂജ നടത്തുകയും പാദത്തെ നമസ്കരിക്കുകയും പാദത്തിന് മുകളിൽ സാഷ്ടാംഗം നമിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സട്ടാവായ തമ്പുരാനിന്റെ മുന്നിൽ മാത്രം സാഷ്ടാംഗം നമിക്കണമെന്ന ഇസ്ലാമിന്റെ ആശയം നമുക്ക് നൽകുന്ന ആ ഔന്നത്യം ഉണ്ടല്ലോ, നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ കാര്യം. 110 രാഷ്ട്രങ്ങളിൽ നിന്ന് ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരും വളരെ വലിയ വലിയ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിൽ അധികായന്മാരെന്ന് പറയുന്ന ആളുകളുമെല്ലാം വന്ന് അവരെല്ലാവരും ഒരു മനുഷ്യന്റെ മുന്നിൽ, അത് ജാതി വ്യത്യാസത്തിന്റെ പേരിലല്ല നമ്മൾ പറയണത്, അതൊരു ഏത് മനുഷ്യന്റെ മുന്നിലാണെങ്കിലും അയാളുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയും പാദപൂജ നടത്തുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അധപ്പതനത്തിന്റെ ആ ഒരു ആഴം ആണ് അത് കാണിക്കുന്നത്. ഇസ്ലാം ഈ രൂപത്തിലുള്ള എല്ലാ മനുഷ്യ ദൈവ പൂജകൾക്കും എല്ലാ സൃഷ്ടി പൂജകൾക്കും ഇസ്ലാം എതിര് നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ഔന്നത്യത്തിനുള്ള വെല്ലുവിളിയാണത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ഇസ്ലാം രണ്ട് ആത്യന്തികതകൾക്കും മധ്യയാണ്. ഒന്ന് ദൈവ നിഷേധമാകുന്ന ആത്യന്തികത, നമ്മൾ മനുഷ്യനാണ് ഏറ്റവും വലിയത്, മനുഷ്യൻ വിചാരിച്ചാൽ എല്ലാം നടക്കും, മനുഷ്യന്റെ ഇച്ഛയാണ് വലുത്, മനുഷ്യന്റെ താല്പര്യമാണ് വലുത് എന്നുള്ള ചിന്ത ദൈവനിഷേധത്തിലൂടെ ഉണ്ടാകുന്നത്. മറ്റൊന്നോ വേറൊരു അധമത്വം. എന്താ? ബഹുദൈവ ആരാധനയാകുന്ന അധമത്വം. ആ ബഹുദൈവ ആരാധനയാകുന്ന അധമത്വം മനുഷ്യരെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ്?
അതിപ്പോ കുറച്ച് മുമ്പ് നമുക്ക് ഒരു വിദേശിയായ ദൈവം ഉണ്ടായിരുന്നു. വിദേശി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതല്ലാത്തൊരു ദൈവം. ഇപ്പൊ നമ്മളുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ദൈവമായി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അതിന് കച്ചവടപരമായി എക്കണോമിക്കലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ലാഭങ്ങളുണ്ട് കേട്ടോ, അത് വേറെ വശം. സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുമ്പോൾ നമ്മൾ കേരളത്തിന് ഒരുപാട് ലാഭങ്ങളുണ്ട്, അത് വേറെ വശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ആൾ ദൈവങ്ങൾ എവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പിന്നിലോടാൻ ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം എന്താ, മനുഷ്യൻ ആത്മീയമായ ദാഹം അത് മനുഷ്യന്റെ സ്വാഭാവികതയാണ്. ഈ ആത്മീയ ദാഹം ശമിപ്പിക്കാൻ ഭൗതിക ദർശനങ്ങൾക്കോ ശാസ്ത്രത്തിനോ തത്വശാസ്ത്രത്തിനോ സമ്പത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മീയ ദാഹം, ഇവിടെ ആത്മീയ ദാഹം ശമിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് ആളുകൾ ഓടിയെത്താണ്. യഥാർത്ഥത്തിൽ ആത്മീയ ദാഹം ശമിപ്പിക്കണമെങ്കിൽ, ആത്മീയതയുടെ പൂർണ്ണമായ പൂർത്തീകരണം നടക്കണമെങ്കിൽ എന്തുമാത്രം നിർവാഹമുള്ളൂ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദ്ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനമാണ്. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ദിക്ർ അല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച ദിക്ർ അല്ലാതെ അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകില്ല. പടച്ച തമ്പുരാനെ കുറിച്ച ദിക്ർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദൈവത്തിലുള്ള കേവല വിശ്വാസം അല്ല. സർവശക്തനായ തമ്പുരാനെ കൃത്യമായി അറിയാം, മനസ്സിൽ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുക. അങ്ങനെ അവനിൽ നിന്നുള്ളതാണ് എല്ലാം എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുക. അത് അവന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുക. എങ്കിൽ സമാധാനം സ്വാഭാവികമായും ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താ, ഒരു മനുഷ്യ ദൈവത്തിൽ നിന്ന് അടുത്ത മനുഷ്യ ദൈവത്തിലേക്ക് ഓടും. നിങ്ങൾ നോക്കിക്കോ, ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യ ദൈവം, അതിന് പകരം പുതിയ മനുഷ്യ ദൈവം വരുന്നു. ഒരാൾ ദൈവത്തിന് പകരം മറ്റൊരാൾ ദൈവം വരുന്നു. അപ്പോഴും ആളുകൾ, ഇന്നലെ പോയ ആൾക്കാർ തന്നെയാണ് ഇവിടെ. ഇന്നലെ വേറൊരു ദൈവത്തിന്റെ പിന്നിൽ പോയ ആളുകൾ പുതിയ ദൈവത്തിന്റെ പിന്നാലെ. ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, ഇവിടെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്. ഖുർആനിലെ വളരെ സുന്ദരമായ ഒരു ഉപമുണ്ട്. അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുന്നവർ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണെന്ന് ഖുർആൻ പറയണത്. ആകാശത്തിൽ നിന്ന് വീണവനെ പോലെ അവനെ പക്ഷികൾ ഒത്തിക്കൊണ്ടുപോകുന്നു, കാറ്റ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിടുന്നു. അതേപോലെയാണ് അവന്റെ അവസ്ഥ. എന്നാ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെ തന്നെയാണ് ഭീതിയോടുകൂടി ജീവിക്കുന്ന അവസ്ഥ, അല്ലേ? പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പടച്ച തമ്പുരാനിൽ കാര്യങ്ങൾ സമർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവന്റെ മാർഗനിർദ്ദേശം അനുധാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭയപ്പാടിന്റെ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ആനുകാലികങ്ങൾ മുഴുവനും, മീഡിയകൾ മിക്കതും എല്ലാം പുറത്തു വരുന്ന എന്തുമായിട്ടാണ്? ഇപ്പോ നക്ഷത്ര കാഴ്ചയുമായിട്ടാണ്. നക്ഷത്ര വാരഫലം അല്ലെ? കമ്പ്യൂട്ടറില് ഇന്റർനെറ്റില് സൈറ്റാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള നക്ഷത്രം കൊടുത്താൽ മതി, ഇന്നത്തെ നമ്മളുടെ ഡേ അങ്ങോട്ട് കിട്ടും. എത്ര എളുപ്പമാണ്! ഇതിന്റെ മുന്നിലിരിക്കുകയാണ് ആളുകൾ. ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നം മാറ്റത്തിൽ വരെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിലൂടെ ഒരു പൂച്ചയോടിയാൽ പേടി, അല്ലെ? ആരെങ്കിലും ഒരു പക്ഷി ശബ്ദമുണ്ടാക്കിയാൽ പേടി, അല്ലെ? ഭയപ്പാടോട് ഭയപ്പാട്. ഒരു മനുഷ്യ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ പേടി, പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ പേടി. ആ രൂപത്തിൽ ഒന്നും എന്താ പറയാത്തെന്നുള്ള പേടി. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. എന്തെങ്കിലും ഒരു ആശയം ചോദിച്ചാൽ, എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അറിയാതെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറയാതെ ഉണ്ടാകുന്നിട്ടില്ല, അതിലെന്തോ ഉണ്ടാവുന്ന. ഇങ്ങനെ പല തലങ്ങളിൽ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോവുകയാണ്. ഒരു സ്ഥലത്ത് ആശ്വാസം കാണൂല, അപ്പൊ അടുത്ത സ്ഥലത്തേക്ക്. ആത്മീയ കേന്ദ്രങ്ങളുടെ അവസ്ഥകൾ നോക്കുക. അത് ജാതി വ്യത്യാസമൊന്നുമില്ല. ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന, സമാധാനത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ അവസ്ഥ നോക്കുക. ഇന്നലകളിൽ പണം വാരിയിരുന്ന പല കേന്ദ്രങ്ങൾ ഇന്ന് ഡിമ്മാണ്. ഇന്ന് പുതിയ കേന്ദ്രങ്ങൾ, പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ അത്ഭുതങ്ങൾ, അല്ലേ? ഇതേപോലെ ആൾ ദൈവങ്ങളുടെ സ്ഥിതി. ആൾ ദൈവങ്ങൾ ഇന്ന് മോഡേൺ ഹൈടെക് ആൾ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗുരു പോരാഞ്ഞിട്ട് ഡബിൾ ഗുരു, ഒരു ദൈവം പോരാഞ്ഞിട്ട് ഡബിൾ ദൈവം, അത് ദൈവം എന്നുള്ള പേര് പോരാഞ്ഞിട്ട് പുതിയ പേര്. ഇങ്ങനെ പല പല പേരുകളിൽ പല രൂപങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികമായ ആദർശം മാത്രമേ ഈ രംഗത്ത് കൃത്യമായ മാർഗദർശനം നൽകാൻ കഴിയൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താ വർഗീയമായ ഒരു ചിന്ത. അവിടെ ഒരു ആൾ ദൈവം ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു ആൾ ദൈവത്തെ നമ്മൾ ഉണ്ടാക്കണം, അതിനേക്കാൾ ഉഷാറുള്ളത്. അപ്പോ ഒരു ആത്മീയതന്റെ കേന്ദ്രം നമ്മളുടേത് രൂപം കൊള്ളാണ്. ജാതി വ്യത്യാസമില്ലാതെ ഞാൻ പറയണേ. കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗശാന്തി ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം ഇത് ഈ രൂപത്തിൽ ഉണ്ടായി വന്നതാണ്. ആൾ ദൈവങ്ങൾ ഉണ്ടായപ്പോ, ആൾ ദൈവങ്ങൾ ഓടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ ചില സമൂഹങ്ങൾ തീരുമാനിച്ചത് എന്താണ്? അവിടേക്ക് പോയി ആകെ ആളുകൾ കൺഫ്യൂഷൻ ആണ്ടാവുകൊണ്ട് ഒരു പുതിയ ആൾ ദൈവ സംസ്കാരം ഇവിടെ ഉണ്ടാക്കുക. അതിനിപ്പോ എന്താ ചെയ്യുക? യേശു ക്രിസ്തുവിനെ അതേപോലെ കൊണ്ടുവരാൻ വയ്യല്ലോ. അപ്പോ പുതിയൊരു രോഗശാന്തി ശുശ്രൂഷ, മാസ് ഹിപ്നോസിസിന് വിധേയമാക്കുന്ന വേറെ രീതികൾ.
ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ പല രൂപഭാവങ്ങളിൽ ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃത്യമായ ആത്മീയത എത്തിച്ചു കൊടുക്കേണ്ട ആളുകളാകട്ടെ അവര് സുഖ സുഷുപ്തിയിലുമാണ്. കൃത്യമായ ആത്മീയത എന്താ? ദൈവബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ദിക്റുള്ള. ആ ദിക്റുള്ള എന്താണ്? പടച്ച തമ്പുരാനെ പൂർണ്ണമായി അറിയിക്കുക. ആരാണ് ദൈവം, ആരാണ് നിന്റെ സൃഷ്ടാവ്, അവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. അവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായി അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായി അവനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, തീർച്ചയായും മതം നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രയാസകരമായ ഒരു ഏർപ്പാടാവുകയില്ല. ഇത് ഞാൻ പറയുന്നത് വെറുതെ ഒരു ആശയം എന്നുള്ള നിലക്കല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പലപ്പോഴും നമസ്കാരങ്ങൾ മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് ചോദിക്കാറുണ്ട്, നമസ്കാരങ്ങൾ ഒരു ഇടങ്ങാറൊരു ചേർപ്പാടായിട്ട് മാറുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ്? നമസ്കാരങ്ങളിൽ ദുനിയാവിലെ സകല ചിന്തകളും വരുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? സർവശക്തനായ തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ മക്കളെല്ലാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഉൾക്കൊള്ളാൻ കഴിയോ, ഉത്തരം മര്യാദയ്ക്ക് പറയാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ മറ്റെല്ലാ ചിന്തകളും ഞാൻ പുറത്തേക്കിട്ടു. നിങ്ങളാണ് എൻ്റെ മുന്നിൽ, ചോദ്യങ്ങളാണ് എൻ്റെ മുന്നിൽ, ഈ ഇസ്ലാമികമായ ഉത്തരങ്ങളാണ് എൻ്റെ മുന്നിൽ. അപ്പോൾ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇത് വളരെ സിമ്പിൾ. പഠിച്ചവന്റെ മുന്നിൽ വെക്കുമ്പോഴോ, നമ്മൾ പ്രിൻസിപ്പാളെ മുന്നിൽ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ അല്ലേ? കൃത്യമായി പ്രിൻസിപ്പാൾ എന്തോ ചോദിക്കാൻ പോകേണ്ട ആ ചോദ്യത്തിന് എന്ത് ആൻസർ ചെയ്യണം. ഒരു കാര്യത്തിന് വേണ്ടി ഒരു പണിഷ്മെന്റ് ഒരു ബന്ധപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചു പ്രിൻസിപ്പാൾ എന്ന് വിചാരിക്കുക. പ്രിൻസിപ്പാൾ വിളിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ കയറുമ്പോൾ ഈ കാര്യം ഞാൻ എന്താണ്, എങ്ങനെയാണ് ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്ത. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ പ്രിൻസിപ്പാളുടെ മുന്നിൽ രക്ഷപ്പെടണം. അപ്പൊ അതിന് എന്താണ് ചിന്ത? ആ സമയത്ത് എന്റെ മനസ്സിൽ അങ്ങാടി ഉണ്ടാവില്ല, അങ്ങാടിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല, ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ലക്കം മാസികയിലെ ഏതെങ്കിലും തുടർക്കഥയുടെ ബാക്കി എന്താണെന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും സീരിയലിന്റെ ബാക്കി എന്തായിരിക്കും എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ല. അതേസമയം നിസ്കരിക്കാൻ നിന്നാലോ മഗ്‌രിബ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 7 മണിന്റെ സീരിയലിൽ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകണമെന്നുള്ള ചിന്തയാണ്. അല്ലെ, പലരും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് നാം മനസ്സിലാക്കുക, പടച്ച തമ്പുരാനെ നമ്മൾ അറിയേണ്ട പോലെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല പലപ്പോഴും. അള്ളാഹുവിനെ സർവാധിനാഥനായ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഉടമയെ, ഓരോ ചെറിയ നമ്മുടെ മനസ്സിന്റെ ഓരോ ചെറിയ ചലനങ്ങളെയും കൃത്യമായി അറിയാവുന്ന തമ്പുരാനെ അവന്റെ മുന്നിൽ അവന്റെ കൽപ്പനകൾക്ക് ശിരസാവഹിച്ച് അവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് സംസാരിക്കുന്ന സമയത്ത്, അവനോട് വർത്തമാനം പറയുന്ന സമയത്ത് മാത്രം ദുനിയാവിലെ ചിന്ത വരുന്നത് എന്തുകൊണ്ട്? ദിക്റുള്ള നമുക്ക് തന്നെ പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിലെ അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പൂർണ്ണമായി പടച്ച തമ്പുരാനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അത് ഖുർആൻ പറയുന്ന രീതിയിൽ, ഹദീസുകൾ പഠിപ്പിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമല്ല, ജീവിതത്തിന് സമ്പൂർണമായ ശാന്തി പ്രദാനം ചെയ്യാൻ അതിന് കഴിയും. ഏത് ജീവനകലയെക്കാളും, ഏത് മനുഷ്യ ദൈവത്തെക്കാളും, എന്തിനേക്കാളും അധികം അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോവുക. അവിടെ പിന്നെ സൃഷ്ടികളുടെ മുന്നിൽ തലകുനിക്കുന്ന പ്രശ്നമേ ഇല്ല, ഒന്നിനെയും ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. സട്ടാവായ തമ്പുരാനെ ഒടിച്ച് എന്നുള്ളൊരവസ്ഥാവിശേഷം ഉണ്ടാകും. അതാണ് യഥാർത്ഥ ശാന്തി, സമാധാനം എന്നുള്ളതാണ് സത്യം. അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആളുകൾ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആത്മീയതയുടെ ആളുകൾക്ക് നല്ല വിളവെടുപ്പാണ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. ഖുർആനിൽ കാഫിറുകളെ കൊല്ലാൻ വേണ്ടിയുള്ള ആഹ്വാനമുണ്ട്. ഇതിനെ ജിഹാദ് എന്നും പറയപ്പെടുന്നു. ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇസ്ലാം ഒരു ഭീകര മതമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്? കൂടാതെ എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ഈ കാഫിർ എന്നുള്ള പദത്തിനുള്ള അർത്ഥം എന്താണ്? ചോദ്യം വെള്ളം കുടിപ്പിച്ചല്ലോ കേട്ടോ. അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നത്, ഖുർആനിൽ കാഫിറുകളെ കൊല്ലാനുള്ള ആഹ്വാനമുണ്ട്, അതല്ലേ ലോക സമാധാനത്തിന് ഭീഷണിയായി തീരുന്നത്? അതിനല്ലേ ജിഹാദ് എന്ന് പറയുന്നത്? എവിടുന്നാണ് സുഹൃത്തിനത് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഖുർആനിൽ കാഫിറുകളെ കൊല്ലാനുള്ള ആഹ്വാനം ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് ലോക സമാധാനത്തിന് ഭീഷണിയാകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്.
ഇതിപ്പോ കുറച്ച് ദിവസമായി ഇതേപോലെയുള്ള എല്ലാ ഓപ്പൺ ഡയലോഗിലും വരുന്ന ഗ്രാമങ്ങളിലായിരുന്നാലും പട്ടണങ്ങളിലായിരുന്നാലും ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നാലും എല്ലാം ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ആ ചോദ്യത്തിന്റെ സ്രോതസ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ, നമ്മൾ അപഗ്രഥനാത്മകമായി പഠിക്കേണ്ട ആളുകളാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ ചോദിക്കട്ടെ, 14 നൂറ്റാണ്ടായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് കണക്കിന് ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് ഓരോട് വർത്തമാനം പറയാം, പിന്നെ എങ്ങനെയാണോ ആൻസർ മനസ്സിലാവുക? അപ്പൊ ചോദ്യം ചോദിക്കൽ മാത്രം പണി. അപ്പോ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ ലോകത്തുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള 10,000-കണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി പരിശുദ്ധ ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലേ? ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഈ ഖുർആൻ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന ഖുർആൻ, ഈ ഖുർആനിൽ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പന ശിരസാ വഹിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കുന്ന വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഏത് കൽപ്പനയായിരുന്നാലും അത് ശിരസാ വഹിച്ചാൽ അത് അതേപോലെ ആ കൽപ്പന നടപ്പാക്കിയാൽ പ്രതിഫലം കിട്ടുന്നതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എങ്കിൽ ഈ കൽപ്പന ഏത് കൽപ്പനയായിരുന്നാലും അത് ശിരസാ വഹിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന മുസ്ലിങ്ങൾ ഖുർആനിലെ ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടായിരുന്നെങ്കിൽ അത് ശിരസാ വഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതല്ലേ? നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇസ്ലാമിനെതിരെ അനവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട് ചരിത്രകാരന്മാരുടെ അടുത്ത്. പക്ഷെ കഴിഞ്ഞ 14 നൂറ്റാണ്ടിനിടക്ക് ഒരു അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാണ് വാദം. ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാള് അമുസ്ലിമായി എന്ന കാരണത്താൽ മുസ്ലിങ്ങൾ കൊന്ന ഒരു സംഭവം ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി സൂചിപ്പിക്കാൻ കഴിയോ? അത് നിങ്ങളുടെ അധികാരമല്ലേ എന്നിട്ടല്ലേ? ശരി, സമ്മതിക്കാം വാദത്തിന്. 1000 കൊല്ലം ഇന്ത്യന്റെ ചരിത്രം തന്നെ നമ്മൾ എടുക്കുക. 1000 കൊല്ലം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട് അല്ലേ? ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ 1000 വർഷത്തിനടുത്തുള്ള മുസ്ലിം ഭരണകാലഘട്ടത്തെക്കുറിച്ച് നിരവധി വിമർശനങ്ങളുണ്ട്. അമുസ്ലിങ്ങളെ പീഡിപ്പിച്ചു എന്ന് വിമർശനമുണ്ട്, ജിസിയ വാങ്ങി എന്ന് വിമർശനമുണ്ട്, പല വിമർശനങ്ങളുണ്ട്. അതിന്റെ ശരിയും തെറ്റും നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നില്ല. പക്ഷേ ഈ വിമർശകന്മാരായ ഏതെങ്കിലും ഒരു വിമർശകൻ, ചരിത്രത്തിലെ മുസ്ലിം ഭരണകാലത്ത് വിമർശിച്ച ഏതെങ്കിലും ഒരു വിമർശകൻ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാൾ അമുസ്ലിമായി എന്ന കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം, ഒറ്റ സംഭവം, എ സിംഗിൾ ഇവന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പരിശോധിക്കുക നിങ്ങൾ. നമുക്ക് കഴിഞ്ഞ 50 കൊല്ലക്കാലമായി അറേബ്യൻ നാടുകളുമായി കേരളീയന് ബന്ധമുണ്ട്. അവിടേക്ക് പോകുന്ന ആളുകൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഉണ്ട്. അവിടെ നമ്മൾക്ക് സിറ്റിസൺഷിപ്പ് പോലുമില്ല, നമുക്ക് സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാത്ത, നമുക്ക് പൗരത്വം പോലും ഇല്ലാത്ത സ്ഥലം. അധികാരങ്ങളും എല്ലാ രൂപങ്ങളിലുമുള്ള അധീശത്വവും അവർക്ക് അവിടുത്തെ സിറ്റിസൺസിനായ സ്ഥലം. അവരിൽ ചിലരെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരുടെ കീഴിൽ ഡ്രൈവർമാരായിട്ടുള്ളവർ, അവരുടെ കീഴിൽ വീട്ടു ജോലിക്കാരായിട്ടുള്ള ആളുകൾ. സ്വകാര്യമായി ഒറ്റക്കാണ് അവർ നിൽക്കുക. പഠിച്ചോന്റെ അടുത്തുനിന്ന് കൂലിട്ടുന്ന പ്രവർത്തനമാണല്ലോ ഖുർആനിൽ വരെ കണ്ടുകൊടുത്തിച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റക്ക് കിടക്കുന്ന സമയത്തെങ്കിലും ഏതെങ്കിലും ഒരു അറബി ഇയാളെ പോയി കൊന്നിട്ട് കൂലി വാങ്ങാൻ വേണ്ടി, പഠിച്ചോന്റെ അടുത്ത് പ്രതിഫലം വാങ്ങാൻ വേണ്ടി പരിശ്രമിച്ച് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല, ഇല്ല, ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളാലും ഖുർആനിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിങ്ങളാരും തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാഫറിനെ കണ്ടുകൊടുത്തിച്ച് കൊല്ലണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല. പിന്നെ മനസ്സിലാക്കിയത് ആരാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഖുർആനിലെ ആയത്തില്ലേ എന്ന ചോദ്യമാണെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം അതേ തന്നെയാണ്. പക്ഷേ ഖുർആനിലെ ആയത്ത് ഇവിടെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയാണ്, വിഷയത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ചാൽ ഏത് ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാതിരിക്കുക? ഏത് ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാതിരിക്കുക? നിങ്ങൾ പരിശോധിച്ച് നോക്കുക.
യേശു പറയാണ്, ഞാൻ സമാധാനത്തിന് വേണ്ടി വന്നവൻ എന്ന് നിങ്ങൾ കരുതരുത്, ഞാൻ വാളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മുതൽ അപ്പൻ മക്കൾക്കെതിരെയും മക്കൾ അപ്പനെതിരെയും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കെതിരെയും പോരടിക്കുക തന്നെ ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന കാര്യം. ഇതിന്റെ അർത്ഥം ഈ വചനം മാത്രം ഞാൻ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിക്കുക. യേശു ആകെ അവിടെ തല്ലും പൊടി ഉണ്ടാക്കാനാ വന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, യേശു വന്നതെന്തിനാ? പരസ്പരം തല്ലിക്കാൻ, അച്ഛനും മകനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ. ഇവിടെ എന്താണ് യേശു പറയുന്നത്? അതിനൊരു സന്ദർഭമുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ആ ഗീതയിലെ ഭൂമികങ്ങൾ എടുത്തു നോക്കുക. ഗീത എന്താ? ഭഗവത്ഗീത അറിയാലോ, മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. ഭഗവത്ഗീതയിൽ സംസാരിക്കുന്ന ശ്രീകൃഷ്ണൻ അർജുനനോടാണ് പറയുന്നത്. അർജുനൻ യുദ്ധത്തിന് മടിച്ചു നിൽക്കുകയാണ്. എന്താ പറയണേ? ഗുരുക്കന്മാർ, എനിക്കെതിരിൽ നിൽക്കുന്നത് ആരാ? എന്റെ ഗുരുക്കന്മാർ, എന്റെ പൂർവ്വപിതാക്കൾ, എന്റെ ബന്ധുക്കൾ, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കാണ്, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനം. നീ അഥവാ മരണപ്പെട്ടാൽ, യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും. നീ ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ നിനക്ക് രാജ്യാധികാരം ലഭിക്കും. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യുക എന്നത് നിന്റെ ധർമ്മമാണ്. യുദ്ധത്തിൽ നിന്ന് നിനക്ക് പിന്മാറാൻ പറ്റില്ല. ഇവിടെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ വചനം സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഞാൻ പറയാണെന്ന് വിചാരിക്കുക, എല്ലാ ഗുരുക്കന്മാരെയും കൊന്നൊടുക്കാനാണ് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനെ കൊല്ലാൻ പറയുന്നുണ്ട്. ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി വചനങ്ങളുണ്ട്. സുഹൃത്ത് പറഞ്ഞ വചനം തന്നെ നമുക്ക് എടുക്കാം. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ നിന്ന് തുടങ്ങുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ടത്. ആ വചനം എന്താ? സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എന്താ ഖുർആൻ പറയണേ? നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലാഹുവിന്റെ മാർഗത്തിൽ. ആരുമായാണ് യുദ്ധം ചെയ്യേണ്ടത്? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. അതിരുവിടുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ, ആ രാഷ്ട്ര സംവിധാനത്തിലെ ഖിലാഫത്തിന്, ഖലീഫക്ക് യുടെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന, ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന ആളുകളുമായി നിങ്ങൾ യുദ്ധം ചെയ്യണം. അതേപോലെ തന്നെ ഇസ്ലാമികമായ പ്രബോധനം അനുവദിക്കാത്ത, ഇസ്ലാമികമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത രാജ്യങ്ങളുമായി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്മാർ യുദ്ധം ചെയ്യണം. ഇവിടെ യുദ്ധത്തിന് വരുന്ന ആളുകളുമായിട്ടാണ് യുദ്ധം. ആ യുദ്ധത്തിൽ പോലും നിങ്ങൾ അതിര് കടക്കാൻ പാടില്ല. ആ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് 190-ാമത്തെ വചനത്തിൽ പറയുന്നു, വഖ്തുലൂഹും ഹൈസു തഖിഫ്തുമൂഹും. എന്നിട്ട് ആ യുദ്ധത്തിന് വന്നാൽ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊല്ലണം. പിന്നെന്താ ഖുർആൻ പറയേണ്ടത്? യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ കയ്യിട്ട് ഇങ്ങനെ നോക്കിക്കണമെന്ന ആണോ? യുദ്ധത്തിന് വരുന്ന ആളുകളുമായി യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുന്ന ആയുധവുമായി വരുന്ന ആളുകളെ മുന്നിൽ വരുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് ഖുർആൻ പറയണോ? അല്ലല്ലോ. ഖുർആൻ പ്രായോഗികമായ ദർശനമാണ്. ഖുർആൻ പറയുന്നത് യുദ്ധത്തിന് വരുന്ന ആളുകളെ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ കൊല്ലണം. യുദ്ധത്തിന് വരുന്ന ആളുകളെ കൊല്ലാനാണ്, അല്ലാതെ വാളേറ്റ് നടന്ന് എല്ലാവരും ഇങ്ങനെ വെട്ടാനല്ല ഖുർആൻ പറഞ്ഞു. അങ്ങനെ വെട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 14 നൂറ്റാണ്ടിനിടക്ക് ഒരുപാട് വെട്ട് നടക്കണല്ലോ. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളല്ലേ? അപ്പൊ ഇവിടെ ഈ വചനം മാത്രം ഊരിയെടുത്ത ആളുകൾക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലാണത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയാൽ ഏത് ഗ്രന്ഥത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ഈ വിഷയത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളിൽ ഏതിലെങ്കിലും ഒരു മാനവികത വിരുദ്ധമായ ഒരു ആശയവും പറയാൻ പറ്റില്ല. നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ടല്ല, മറിച്ച് എവിടുന്നോ ഈ ഉദ്ധരണി മാത്രം എടുത്തിട്ട് വന്നതാണ്. അതാണ് പ്രശ്നവും. നാം പൂർണ്ണമായി പഠിക്കാൻ തയ്യാറാവുക, അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണകൾ പോകും. പിന്നെ സുഹൃത്തിന്റെ ചോദ്യം, കാഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. കാഫർ എന്ന് പറഞ്ഞാൽ അറബി പദത്തിനർത്ഥം മറച്ചു വെക്കുന്നവൻ.
ശരിക്കും നേർക്ക് നേരുള്ള അർത്ഥം. കാഫർ, കഫറ എന്ന അറബി ക്രിയക്കർത്ഥം മറച്ചു വെക്കുക. കാഫർ എന്ന പദത്തിനർത്ഥം മറച്ചു വെക്കുന്നവൻ. വിത്തിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ വിത്ത് മറച്ചു വെക്കുമല്ലോ, ആരാ ചെയ്യുക? കർഷകൻ. ആ കർഷകനെ കുറിച്ച് കാഫർ എന്ന് പറയും. അറബിയിൽ കർഷകനെ കുറിച്ച് കാഫർ എന്ന് പറയും. ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ടോ കുഫാർ എന്ന് കർഷകന്മാരെ കുറിച്ച്? കുഫാർ എന്നുള്ള കാഫറിന്റെ ബഹുവചനം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥമുള്ളൂ. പിന്നെ ഖുർആനിലെ കാഫർ പ്രയോഗം എന്താണ്? അറബി ഭാഷയിലോ പരിശുദ്ധ ഖുർആനിലോ ആരെയെങ്കിലും ചീത്ത വിളിക്കാൻ വേണ്ടി കാഫർ എന്നുള്ള പ്രയോഗമേ ഇല്ല. അറബി ഭാഷയിൽ കാഫർ എന്നുള്ള പ്രയോഗം ചീത്ത വിളിക്കാനുള്ള പ്രയോഗമാണെങ്കിൽ കർഷകനെ കാഫർ എന്ന് വിളിച്ചാൽ കർഷകന്റെ നട്ടിട്ടൂലേ? മാന്യമായ പ്രയോഗമാണത്. പരിശുദ്ധ ഖുർആൻ ഒരു ആദർശ ഗ്രന്ഥമാണ്. ഒരു ആദർശ ഗ്രന്ഥം, ആ ആദർശം സ്വീകരിച്ച ആളുകളെ മുസ്ലിം എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും ആദർശം സ്വീകരിക്കാത്ത ആളുകൾ എന്തെങ്കിലും വിളിക്കണ്ടേ? അവിടെ മാന്യമായ ഒരു പദപ്രയോഗം, പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ തമ്പുരാനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനല്ലാത്ത ആളുകളെ നാഥനായി സ്വീകരിക്കുന്ന ആളുകൾ, അവന്റെ നിയമനിർദ്ദേശങ്ങളെ മറച്ചു വെക്കുന്നവർ, അവന്റെ സ്വന്തം സ്വാഭാവികമായ മനസ്സിന്റെ താല്പര്യത്തെ പോലും മറച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാഫർ എന്ന് പൊതുവെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ആരെയും ചീത്ത പറയാനുള്ള ഒരു പദമല്ല. ഖുർആനിൽ ആരെയും ചീത്ത പറഞ്ഞിട്ട് കാഫർ എന്ന് വിളിച്ചിട്ടില്ല. അത് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ ചില നോവലുകൾ എഴുതി. അത് കുരിശ് യുദ്ധത്തിന് ശേഷമാണ്. നോവലുകൾ എഴുതിയിട്ട് ആ നോവലിലെ മുസ്ലിം കഥാപാത്രം മ്ലേച്ഛമായി വിളിക്കുന്ന പേരായി കാഫറിനെ അവതരിപ്പിക്കാൻ തുടങ്ങി. മ്ലേച്ഛായിട്ട് വിളിക്കുന്ന പേരായി കാഫർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഉപയോഗം സ്വാഭാവികമായിട്ട് യൂറോപ്യന്മാർക്കിടയിൽ കാഫർ എന്ന് പറഞ്ഞാൽ വളരെ മോശം പ്രയോഗമാണെന്നുള്ളൊരു ധാരണ വന്നു. നമുക്കറിയാലോ, ഈ ബ്രിട്ടീഷുകാർ അവരുടെ പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ടിരുന്നത്രേ, ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളുടെ കാലത്ത്. എന്നിട്ട് ടിപ്പുവിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ പട്ടിക്കൊരു തൊഴി, എന്നിട്ടല്ല ടിപ്പുവിനെ തൊഴിച്ചു എന്നുള്ളൊരു മനസ്സമാധാനം. ഒരു മനസ്സിനൊരു സമാധാനമെങ്കിലും. ഏതായാലും ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയണില്ല, അപ്പോ പട്ടിയെ തൊഴിക്കുക, എന്നിട്ടൊരു സമാധാനം. ഇപ്പൊ ജപ്പാനിലെല്ലാം ഉള്ളൊരു ഏർപ്പാടുള്ളതാണ്. ജപ്പാനിലെല്ലാം ചില ക്ലബുകളിൽ, ചില സായാഹ്ന ക്ലബുകളിൽ നമ്മൾ പോയാൽ ഡമ്മീസ് ഉണ്ടാവും. ഡമ്മി ഇപ്പോൾ പൊതുവെ വർക്കഹോളിക്കാണല്ലോ ജപ്പാൻ ജനത. അപ്പൊ സ്വാഭാവികമായിട്ടും വർക്കഹോളിസത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നമായ ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സുപ്പീരിയേഴ്സിന്റെ എല്ലാ അടങ്ങാറുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആഴ്ചയിൽ ഒരു ദിവസം ഈ ക്ലബിൽ പോയാൽ അവിടെ ഡമ്മികൾ ഉണ്ടാവും, കമ്പ്യൂട്ടറൈസ്ഡ് ഡമ്മീസ്. ആ ഡമ്മികളെ നമ്മൾ കൊടുത്താൽ നമ്മളുടെ സുപ്പീരിയറുടെ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ, മാനേജറുടെ പിക്ചർ കൊടുത്താൽ ആ ഡമ്മി മാനേജറായി മാറും. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, പിക്ചറെല്ലാം അങ്ങനെ വരും. പിന്നെ നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. എന്താ പണി? ഇടിച്ച് ശരിയാക്കി നമ്മൾ ശരിക്ക് വയർത്ത് കുളിക്കുന്നത് വരെ ഈ ഡമ്മിനെ ഇടിച്ച് ശരിയാക്കി ഇതാക്കി എന്തു ചെയ്യേണ്ട എല്ലാം ചെയ്യുക. കാരണം റബ്ബറ ഒന്നും കേടുവരില്ല. അപ്പോൾ പരമാവധി തലെല്ലാം തിരിച്ച് ഇതാക്കി എല്ലാം ബുദ്ധിമുട്ടി വേർത്തൊലിച്ച് പുറത്ത് വരുമ്പോൾ ഇയാൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണെന്ന് പറയും. മനസ്സിന് ഭയങ്കര സമാധാനം. അപ്പൊ ഞാൻ പറയുന്നത് ഇതേ രൂപത്തിൽ ഒരു സാധനത്തിനെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് കാഫർ എന്ന് പറഞ്ഞാൽ മോശമായ പ്രയോഗമാണെന്ന് അവതരിപ്പിച്ചു. എന്നിട്ട് ഖുർആനിൽ അമുസ്ലിങ്ങളെ വിളിക്കാൻ വേണ്ടി കാഫർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോ ഖുർആൻ അമുസ്ലിങ്ങളെ ചീത്തറിയുന്ന ഗ്രന്ഥാണെന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ കാഫറുകൾ അഭിസംബോധന ചെയ്യുന്ന ഒരൊറ്റ അധ്യായം മാത്രമേ ഉള്ളൂ, സൂറത്തുൽ കാഫിർ. ആ അധ്യായം തന്നെ നിങ്ങൾ നോക്കുക, എത്ര മാന്യമാണ് അധ്യായത്തിന്റെ ശൈലി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അഅ്ബുദും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനക്കും വലിയ ദീൻ. ആ വചനങ്ങളുടെ അർത്ഥം മാത്രം നിങ്ങൾ നോക്കൂ. കാഫറുകളെ പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ തയ്യാറല്ല, നിങ്ങളുടെ ആരാധനാരീതി സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനല്ല, എന്റെ ആരാധനാരീതി നിങ്ങൾക്കും അന്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. എത്ര മാന്യമായ ശൈലിയാണ് നോക്ക് നിങ്ങൾ. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ കാഫർ എന്ന് വിളിച്ചിട്ട് ആരെയും അപമാനിച്ചിട്ടില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു ആദർശ ഗ്രന്ഥമാണ്. ആ ആദർശ ഗ്രന്ഥത്തിന്
ആ ആദർശം സ്വീകരിച്ചവരെ അഭിസംബോധന ചെയ്യേണ്ടത് വരുന്നത് പോലെ തന്നെ ആദർശം സ്വീകരിക്കാത്തവരെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്യേണ്ടി വരും. അന്ന് നിലവിലുള്ള മാന്യമായ ഒരു അഭിസംബോധനാ രീതി പരിശുദ്ധ ഖുർആൻ തിരഞ്ഞെടുത്തു. ആ അഭിസംബോധന രീതിയാണ് കാഫിർ എന്നുള്ള അഭിസംബോധനാ രീതി എന്നുള്ളതാണ് സത്യം. അതിൽ മ്ലേച്ഛതയുടെ ലാഞ്ചന പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാഫിറിനെ കൊല്ലാൻ പറയുന്നത് യുദ്ധത്തിന് വരുന്ന കാഫിറിനാണ്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ യുദ്ധത്തിന് വരുന്നതാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ തുറന്ന സംവാദം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് പരസ്പരം അറിയാൻ, തുറന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധിശക്തി, ചിന്താശേഷി. ആ ചിന്താശേഷി ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും അവസരം ലഭിച്ച ആളുകളാണ് ഈ കലാലയങ്ങളിൽ, ഉന്നത കലാലയങ്ങളിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ. നിങ്ങൾക്കറിയാം, പഠിക്കാൻ ബുദ്ധിയുണ്ടായിട്ടും അതിന് കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു, നമ്മുടെ സമൂഹങ്ങളിൽ തന്നെ ജീവിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവും ശേഷിയും അതിനുള്ള സാഹചര്യവും എല്ലാം ഒരുങ്ങി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവേശ്വരനായ തമ്പുരാനോട് നിങ്ങൾക്ക് ബാധ്യത കൂടുതലുണ്ട്. ആ ബാധ്യത നിർവഹിക്കുവാൻ നാം സന്നദ്ധമാവുക. അതെങ്ങനെയാണ് നിർവഹിക്കുക? സർവേശ്വരനായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന പേരിലുള്ള ഒരു സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊന്ന് പഠിച്ചു നോക്കിക്കൂടെ? നമുക്കൊന്ന് അറിഞ്ഞു നോക്കിക്കൂടെ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രിൻസിപ്പാൾ എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ലെറ്റർ കിട്ടി. നമ്മളെന്താ ചെയ്യണത്? പ്രിൻസിപ്പാൾ എടുത്തതാണല്ലോ, പൊളിച്ചും കൂടി നോക്കാതെ വളരെ ബഹുമാനിച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ട് വീട്ടിൽ വളരെ സുന്ദരമായി ബഹുമാനിച്ചവിടെ വെച്ചാൽ പിറ്റേന്ന് പ്രിൻസിപ്പാൾ എടുത്ത് കണ്ട് ചെല്ലാള് ഇതില് പറഞ്ഞ എന്തോ കാര്യം നടപ്പാക്കാതെ അങ്ങോട്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് സീൽ ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതചര്യയും. ഇത് നമ്മൾ തുറന്നു നോക്കാതിരുന്നാൽ, ഇത് നമ്മൾ പഠിക്കാതിരുന്നാൽ, ഇതിലുള്ളത് എന്താന്ന് നോക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എപ്പോഴാണ് തിരിച്ചു വിളിക്കാന്ന് അറിയാൻ പറ്റൂല. അറിയോ? വേറെ ഏതോ ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൺക്ലൂഡ് ചെയ്യായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് ശരി, ഇത് കഴിയട്ടെ. അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ആ കുഴപ്പമില്ല, അവിടെ ഇരിക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യമുള്ള സീലുള്ള സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ. നമുക്ക് എപ്പോഴാണ് നമ്മളുടെ തിരിച്ചുവിളി നമുക്ക് പറയാൻ പറ്റൂല. പറയാൻ പറ്റുമോ? നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസ്, ബസ്സിന് നമ്മളോടൊപ്പം കയറാൻ വേണ്ടി ചെന്ന ആളുകൾ, അവർ വേറെ ബസ്സിന് കയറി, നമ്മൾ വേറെ ബസ്സിന് കയറി. അല്ലേ? അനുഭവം പലർക്കും ഉണ്ട്, എനിക്കുണ്ട് വ്യക്തിപരമായി. അവരാ ബസ്സിന് കയറിയത് അവസാനം കണ്ട ബസ് യാത്രയായി. നാളെയുടെ പ്രാക്ടിക്കലിനെയും റിപ്പോർട്ടിനെയും കുറിച്ച് ചർച്ച ചെയ്ത് ഇന്ന് രാത്രി ഇന്നതെല്ലാം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് പിരിഞ്ഞു പോയവർ പടച്ച തമ്പുരാന്റെ മുന്നിൽ വെച്ചാണ് പിന്നീട് അവർ ഉണരുക എന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നിരവധി നമ്മുടെ ചുറ്റും നടക്കുന്നു. അപ്പൊ നമ്മളുടെ തിരിച്ചുവിളി എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയില്ല. നാം ഇത് സ്വകാര്യമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്ന ഈ പ്രമാണങ്ങളെ പരിശോധനാ വിധേയമാക്കാൻ, പഠിക്കാൻ, ഇത് ജാതി വ്യത്യാസമില്ലാതെയുള്ള, വർഗവ്യത്യാസമില്ലാതെയുള്ള അഭ്യർത്ഥനയാണ്. പഠിക്കാൻ നാം സന്നദ്ധമാവുക. നിങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചോളൂ. ഇവിടെ ഏകപക്ഷീയമായ ഒരു പരാമർശമല്ല ഉള്ളത്. അതേസമയം ഈ ഗ്രന്ഥങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ അന്യൂനമായ ഗ്രന്ഥമാണ് എന്നും അത് മനുഷ്യരെ ഏത് തലത്തിലും മാർഗദർശനം ചെയ്യുവാൻ പര്യാപ്തമാണ് എന്നുമുള്ള വസ്തുത നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ അറിയാൻ, പഠിക്കാൻ. ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ. ആ കൂട്ടായ്മയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, nichoftruth.org ആണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അതേപോലെ തന്നെ
ഞങ്ങളുടെ കാസറ്റുകളുണ്ട്, ഡോക്യുമെൻ്ററികളുണ്ട്. നേരത്തെ പരിണാമവാദത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. പരിണാമവാദം സത്യമോ മിഥ്യയോ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി തന്നെയുണ്ട്. പരിണാമവാദം ഞാൻ പിന്നീട് ചോദ്യം വരാത്തതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാതിരുന്നത്. പരിണാമവാദം ഞാൻ വീണ്ടും പറയാണ്, പരിണാമവാദം ശാസ്ത്ര ചരിത്രത്തിൽ ഇത്രയധികം മനുഷ്യരെ വഞ്ചിച്ച മറ്റൊരു ശാസ്ത്രശാഖയില്ല. ഞങ്ങൾക്ക് ഈ ഡോക്യുമെൻ്ററി കാണുമ്പോൾ അത് ബോധ്യപ്പെടും. ഇതേപോലെ വ്യത്യസ്ത തലങ്ങളിൽ ഈ സത്യസന്ദേശത്തെ ലോകത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. ഞങ്ങളുടെ സ്നേഹസംവാദം മാസികയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും കൂടുതൽ പഠിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഇവിടെ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഇസ്ലാമും പരിശുദ്ധ ഖുർആനുമെല്ലാം എത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രകാശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കോ ഏവർക്കുമുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നാം സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഏതായിരുന്നാലും ഒരു ചോദ്യം കൂടി പിന്നെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങളിരിക്കും മറ്റേ ആൾ വരട്ടെ. നമുക്കറിയാം, മനുഷ്യനെന്നും ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് വോയിസ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദാ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ.